മലയാളി ഫ്രം ഇന്ത്യ, ആവേശം, പവി, കെയർടേക്കർ, അതുപോലെ തന്നെ ആടുജീവിതം എന്നീ സിനിമകളുടെ ലേറ്റസ്റ്റ് ആവുന്ന കളക്ഷൻ അപ്ഡേറ്റ് ആണ് വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത്. എല്ലാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് കളക്ഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 2.53 കോടിയാണ് സിനിമ ഗ്രൂസിംഗ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഷെയർ ആയിട്ട് 1.10 കോടി കാണാൻ സാധിക്കുന്നുണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട്. നിവിൻ ചേട്ടൻ്റെ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ പല സിനിമകളുടെ കളക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ മികച്ച കളക്ഷനായ ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ഈ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2.75 കോടിയാണ് സിനിമ ഓപ്പണിംഗ് ഡേ മെയ് 1 സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. നമുക്ക് കർണാടക കളക്ഷൻ അന്നേ ദിവസത്തെ നോക്കുകയാണെങ്കിൽ 29.3 ലക്ഷമാണ്. തമിഴ്നാട്ടിൽ നിന്ന് 13 ലക്ഷം, മുംബൈ ഭാഗത്തു നിന്ന് 7.15 ലക്ഷം, മറ്റു ഭാഗത്തു നിന്ന് സിനിമ ഇന്ത്യയിൽ നിന്ന് 7 ലക്ഷവും. അങ്ങനെ ടോട്ടലായിട്ട് ഈ ഭാഗത്തെ കളക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ 56.45 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസത്തെ കളക്ഷനിലോട്ട് വരുമ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.25 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അന്നേ ദിവസം തിയേറ്റർ റിലീസിൽ കറൻ്റ്ലി റണ്ണിങ് ചെയ്ത സിനിമകളായിരുന്നു ആവേശം, പവി, കെയർടേക്കർ, വർഷങ്ങൾക്ക് ശേഷം, ആടുജീവിതം എന്നീ സിനിമകളുടെ കളക്ഷനൊക്കെ അന്നേരത്ത് നോക്കുകയാണെങ്കിൽ ആവേശം 2.15 കോടി, പവി, കെയർടേക്കർ 58 ലക്ഷം, വർഷങ്ങൾക്ക് ശേഷം 55 ലക്ഷം, അതുപോലെ തന്നെ ആടുജീവിതം 20 ലക്ഷം. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ നോക്കുകയാണെങ്കിൽ 2.75 കോടിയായിട്ട് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ തന്നെയാണ്. എന്തായാലും കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കാം. ആവേശം സിനിമേൻ്റെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ട് സിനിമ 21 ദിവസം നോക്കുമ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് 65.5 കോടിയാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 136 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ അവസാനത്തെ ഫൈനൽ റണ്ണിന് സിനിമ ഒരു 80 കോടി മാത്രം കേരളത്തിൽ നേടുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 160 കോടിയിൽ സിനിമേൻ്റെ കംപ്ലീറ്റ് ഫൈനൽ റണ്ണ് കളക്ഷൻ എത്തുമെന്ന് കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ OTT അപ്ഡേറ്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് ചാനൽ ചെക്കൗട്ട് ചെയ്യുക. സിനിമേൻ്റെ OTT അപ്ഡേറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റിലീസ് ഡേറ്റ് ഉൾപ്പെടെ. പവി, കെയർടേക്കർ എന്ന സിനിമേൻ്റെ 6 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8.44 കോടിയാണ് ഇതുവരെയായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 6 ദിവസം പിന്നിടുമ്പോൾ സിനിമ 10 കോടിയിലോട്ട് തന്നെയാണ് ലക്ഷ്യം വെച്ച് അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആകുമ്പോൾ സിനിമ നേടിയെടുക്കാൻ പോകുന്നത്. പവി, കെയർടേക്കർ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ സിനിമ അത്യാവശ്യം ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ഒരു ഫീൽ ഗുഡ് സിനിമ എന്നാണ് സിനിമ അവകാശപ്പെടുന്നത്. സിനിമയുടെ ഓരോ പോസ്റ്റേഴ്സിലും അത്യാവശ്യം മികച്ച റെസ്പോൺസും സിനിമ കണ്ടവർ പറയുന്നുണ്ട്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ആടുജീവിതം എന്ന സിനിമേൻ്റെയാണ്. ദ ഗോട്ട് ലൈഫ് ഓൾമോസ്റ്റ് പാൻ ഇന്ത്യൻ ലെവലിലാണ് തിയേറ്റർ റിലീസിന് വന്നത്. 35 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 78 കോടിയാണ് സിനിമ കേരളത്തിൽ നിന്ന് ഗ്രൂസിംഗ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും 80 കോടി സിനിമ നേടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയം തന്നെയാണ്. കാരണം പല സിനിമകൾ ഇപ്പോൾ തിയേറ്റർ റിലീസിന് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെയായിട്ട്. വേൾഡ് വൈഡ് ഗ്രൂസിംഗ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 157.37 കോടിയാണ് സിനിമ ഇതുവരെയായിട്ട് 35 ദിവസം പിന്നിടുമ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല റെസ്പോൺസ് നേടിയ സിനിമയും കൂടിയായിരുന്നു ഇത്. മെഗാ ബ്ലോക്ക് ബസ്റ്ററിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും സിനിമേൻ്റെ ഫൈനൽ റണ്ണ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മാസം അവസാനത്തോടെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ സിനിമ തിയേറ്ററുകൾ നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങളിലാണ് സിനിമയുടെ കളക്ഷൻ, കോടികളിലുള്ള കളക്ഷനൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും സിനിമ ഒരു 160 കോടിയിലെത്തുമെന്നും കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിൻ്റെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.